കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് സ്ലീപ്പ് ഹൈജീൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഒരു ബെഡ് റൂട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ അസോസിയേഷൻസ് എങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്ന അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ബെഡ് റൂട്ടീനാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോകളിൽ സ്ലീപ്പ് ഹൈജീനും അസോസിയേഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് ബെഡ് റൂട്ടീൻ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള സ്ലീപ്പ്, ഒരു ലോങ് ലാസ്റ്റിംഗ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഒരു പ്രോപ്പർ ബെഡ് ടൈം റൂട്ടീൻ. എന്താണ് ബെഡ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ കുട്ടി ഏകദേശം 8 മണിക്കാണ് സാധാരണ ഉറങ്ങാറ് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ 7 മണി മുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം, 7 മണിക്ക് മുമ്പായിരിക്കണം കഴിയുന്നതും ലാസ്റ്റ് ഫീഡിങ്ങും അതോടൊപ്പം സ്ക്രീനും. ഇത് പറയുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലല്ല, ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 1 ഇയറിന് മുകളിൽ ഉള്ള കുട്ടികൾക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പോസിബിൾ ആവത്തുള്ളൂ, പ്രത്യേകിച്ച് ഫീഡിങ്ങിന്റെ കാര്യം. അപ്പോൾ എന്തായാലും സ്ക്രീൻ 2 ഇയർ വരെ നിങ്ങൾ തീരെ പാടില്ല. അപ്പോൾ 2 ഇയറിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ 7 മണിക്ക് മുമ്പായിരിക്കണം ലാസ്റ്റ് സ്ക്രീൻ ടൈമും ഫുഡും. അപ്പം 7 മണിക്ക് ശേഷം സ്ക്രീനും ഫുഡും തീർത്ത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾക്ക്, 1, 2, 3 വയസ്സുള്ള കുട്ടികൾക്ക്. അതിനുശേഷം ഏകദേശം ഒരു 7:40 മുതൽ 8 മണി വരെ എല്ലാ ദിവസവും കുട്ടി 8 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ബാക്ക്, ഈ 8 മണിയുടെ 20 മിനിറ്റ് മുമ്പ് തൊട്ട് എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുന്ന ആ ഒന്നിനെയാണ് നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ ബെഡ് റൂട്ടീൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ 20 മിനിറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7:40 ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് നിങ്ങൾ ബാത്ത് ചെയ്യുക, ശേഷം ഒന്ന് ബ്രഷ് ചെയ്യിച്ച് കൂടെ ഒരു നൈറ്റ് ഡ്രസ്സ് കൊടുത്ത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ബെഡിൽ കൊണ്ട് കിടത്തി, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ഏരിയൻ്റെ അടുത്ത് ഒരു ചെയർ ഇട്ട് നിങ്ങളെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കയ്യിൽ വെച്ച് ഒരു സ്റ്റോറി ടൈം കൊടുക്കുക, കുഞ്ഞിനൊരു കഥ പറയുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിച്ച് ഏകദേശം 8 അടുക്കുന്ന സമയത്ത് കുഞ്ഞിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിനെ ഉറങ്ങാൻ വേണ്ടി വിടുക. എങ്ങനെയാ? ആ റൂമിലെ ലൈറ്റൊക്കെ ഈ സമയം ആകുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ ആ റൂമിലെ ലൈറ്റൊക്കെ ഓഫാക്കി കുഞ്ഞിനോട് പറയാം. അപ്പോൾ പ്രത്യേകിച്ച് 2 വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ പറയാം, ഇന്നത്തെ സ്റ്റോറി ടൈം കഴിഞ്ഞു, ഇനി ഉറങ്ങാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ ദിവസേന ടൈം തെറ്റിക്കാതെ ഈ ഒരു റൂട്ടീന് സ്ഥിരം ചെയ്യുന്നതിനാണ് നമ്മൾ ബെഡ് റൂട്ടീൻ ഉണ്ടാക്കുക. അത് 2 to 3 വീക്സ് 4 വീക്സ് ചെയ്യുമ്പോൾ അത് ഹാബിറ്റായി മാറും. അതിനെയാണ് ഒരു ഗുഡ് ബെഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പിന് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു 3 to 4 വീക്സ് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന സാധാരണപ്പെട്ട മിക്ക സ്ലീപ്പ് ഡിസോർഡേഴ്സ്, സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ് പാരൻസ് ഇതിന്റെ റെസ്പോൺസ് തിരിച്ചു വന്ന് പറയുന്നതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി തോന്നാം, പക്ഷേ മാനേജ്മെന്റിൽ ഈ ഒരു സ്ലീപ്പ് ഡിസോർഡേഴ്സിന്റെ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള്, ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ സ്ലീപ്പ് റൂട്ടീനിൽ പ്രായം അനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റം വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളെ കുട്ടി ഒരു സ്കൂൾ ഗോയിങ് ആണ്, ഒരു 4 വയസ്സ് 5 വയസ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബാത്തിങ്ങും ബ്രഷിങ്ങും ഡ്രസ്സിങ്ങും കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോറി ടൈം തന്നെ ആവണമെന്നില്ല. അവിടെ എന്ത് കൊടുക്കാം? ഒരു ആക്ടിവിറ്റി കൊടുക്കാം, ഒരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെസ്സ്, അതുപോലെ ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കുക. അത് ഒന്നൊക്കെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ വെച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ആ സ്ലീപ്പിംഗ് ടൈം ആകുമ്പോൾ അവരോട് അതൊക്കെ നിർത്തി വെച്ച് നേരെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് പ്രോപ്പർ സ്ലീപ്പ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് പ്രായം അനുസരിച്ച് ഇതിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഈ ഒരു റൂട്ടീനോട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഈ ബെഡ് ടൈം, അതായത് രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ആക്കി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കുട്ടി പോകാൻ സമ്മതിക്കില്ല, അടുത്ത് കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. അതിന് നമ്മൾ അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അസോസിയേഷൻസ് എങ്ങനെ മറികടക്കാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ മറ്റൊരു പ്രശ്നമാണ്, ഈ ഡ്രസ്സൊക്കെ മാറ്റി നിങ്ങൾ ബെഡിലോട്ട് വന്നാൽ ഈ ബെഡിലോട്ട് വന്നത് മുതൽ കുഞ്ഞ് ഉറങ്ങുന്നത് വരെ ടൈം ഏകദേശം ഇവിടെ വളരെ കുറച്ചാണ്, ഒരു 5 to 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ സാധാരണഗതിയിൽ. പക്ഷെ ചില കുട്ടികൾക്ക് ഒരുപാട് സമയം ബെഡിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതൊരു പ്രശ്നമാണ്. അത് എങ്ങനെ നേരിടാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ പറയാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു 8 മണിക്കാണ് ഒരു സ്ലീപ്പ് ടൈം ആയിട്ട് പറഞ്ഞു, പക്ഷെ പല കുട്ടികളും ഇത് 12 മണി 1 മണിക്ക്, പ്രത്യേകിച്ച് 1 വയസ്സ് 1.5 വയസ്സൊക്കെയുള്ള കുട്ടികൾ. അപ്പം അത് എങ്ങനെ നോർമൽ ആക്കാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ള ഉറക്കം, അതോടൊപ്പം ബെഡ് ടൈം വളരെ കൂടുതലാണ്, അസോസിയേഷൻസ് ഒക്കെ കമ്മിങ് വീഡിയോസിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ബെഡ് ടൈമിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഏകദേശം 7 മണി തൊട്ടേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പം 7 മണിക്ക് അത് തുടങ്ങുക, 8 മണിക്ക് ഏകദേശം ഉറങ്ങണം. അവിടെ ഒരു കാര്യമുള്ളത്, സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ 8 മണിക്ക് കിടക്കും, പക്ഷേ വീക്കെൻഡ്സിൽ ഇത് ഒരുപാട് സമയം അങ്ങോട്ട് മാറും, ചിലപ്പോൾ 12 മണിയൊക്കെ ആവും. പക്ഷെ അത് സ്ലീപ്പ് ഹൈജീൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്.
സ്കൂളുള്ള ദിവസത്തിലും ഇല്ലാത്ത ദിവസം, അതായത് വീക്കെൻഡ്സ് അല്ലാത്ത ദിവസത്തിലും 1 അവറിന്റെ ഡിഫറൻസേ പാടുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും കിടക്കുമ്പോൾ ഏകദേശം 1 അവറിന്റെ മാക്സിമം ഡിഫറൻസ് വരുത്താൻ കഴിയുന്നതും ഒരു സെയിം ടൈമിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇങ്ങനെ അപ്പോൾ അതാണ് കുഞ്ഞുങ്ങളുടെ സ്ലീപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു ഇഷ്യൂ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാലും ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ബെഡ് റൂട്ടീൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ബെഡ് റൂട്ടീൻ സെറ്റ് ചെയ്യുക. ബാക്കി ഇതിന്റെ അസോസിയേഷൻസും അതുപോലെ ബെഡ് ടൈം കൂടുതലുള്ളത്, ലേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ്, അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങളെ കുട്ടി നേരിടുന്ന ബെഡ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്താൽ വരുന്ന വീഡിയോസിൽ നമുക്ക് ആ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഏത് പ്രായം തൊട്ടാണ് ഞാൻ ഈ റൂട്ടീനൊക്കെ തുടങ്ങേണ്ടത്? എന്തായാലും 6 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്ങനെ സ്ലീപ്പ് റൂട്ടീനൊന്നും തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെയൊക്കെ സ്ലീപ്പ് റിതം, ഡേ നൈറ്റ് സൈക്കിളൊക്കെ റെഡി ആവുന്നതാണ്. അപ്പോൾ CDCയുടെ ഒക്കെ ഒരു റെഫറൻസ് പ്രകാരം ഒരു 6 മാസത്തിന് മുകളിൽ ഏകദേശം 8 മന്ത് ഒക്കെ ആകുമ്പോൾ ചെറിയ തരത്തിൽ കുട്ടികളുടെ റൂട്ടീൻസ് സെറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 6 മാസത്തിന് ശേഷം നിങ്ങളുടെ കുട്ടിയുടെ അക്സെപ്റ്റൻസ് അനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്യാം. ഏതായാലും 1 വയസ്സിന് ശേഷം എന്തായാലും നിങ്ങൾ റൂട്ടീൻസ് സെറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പം ബെസ്റ്റ് ടൈം 6 to 1 ഇയറിന് ഇടയ്ക്ക് പയ്യെ തുടങ്ങാം. 1 ഇയറിന് ശേഷം എന്തായാലും ഈ ബെഡ് റൂട്ടീൻ ഒരു ശീലമാക്കുക.